കേരളത്തിന് അവശ്യഘട്ടങ്ങളിൽ പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിപക്ഷം നിന്നത് കേന്ദ്രത്തിനൊപ്പമെന്നും മുഖ്യമന്ത്രി. ജില്ലയിലെ കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൾ കർഷകർ. പുതുക്കാട് ഫ്ലവർ മില്ലിലും വാണിയമ്പാറയിലെ ടീ ഷോപ്പിലും അഗ്നിബാധ. മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയുമായിരിക്കും. അളഗപ്പനഗർ കാവല്ലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി പടവലം കൃഷി നശിപ്പിച്ചു. 5 ഏക്കറിലെ പടവലം കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കേരളത്തിന് അവശ്യഘട്ടങ്ങളിൽ പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷം അതിനെ എതിർത്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എല്ലാ മേഖലയിലും നല്ല നിലയ്ക്കുള്ള പുരോഗതി നേടി. അതിനുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ആപത്ഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ല. കേരളത്തിന്റെ വികസനം ഉറപ്പാക്കുന്നതിൽ സർക്കാരിനൊപ്പം പൂർണ്ണമായും സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവം നേർവിപരീതമായിരുന്നു. പ്രളയവും കോവിഡും അടക്കം നമ്മുടെ നാട് മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിച്ചപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും നമുക്ക് ലഭ്യമാക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മെ സഹായിക്കാൻ തയ്യാറായി ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും അതിനെയും തടയുകയും ചെയ്തുവെന്നും ആ പ്രതിസന്ധികളെയെല്ലാം നാം ഇച്ഛാശക്തിയോടെ നേരിട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, നമ്മുടെ നാടിൽ തന്നെ മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വന്നത്. നിപ്പയും ഓഖിയും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് ശ്വാസം ധരിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ ആകെ ഉറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇത്രയെല്ലാം ഒന്നിച്ച് നേരിടേണ്ടി വന്നാൽ നമ്മുടേതുപോലൊരു നാടിന് തകരുന്നതിന് മറ്റൊന്നും വേണ്ടതില്ല. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായപ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും അവർ കേന്ദ്ര ഗവൺമെന്റിനൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയാണ്. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് നാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറും. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദങ്ങളുടെ അന്തരീക്ഷം നാട്ടിൽ വളർന്നു വരുന്നുവെന്നും നമ്മുടെ നാട് ഇനിയും മുന്നോട്ടു പോകണമെന്നും നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളെ കേൾക്കാൻ മനസ്സുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റെന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും രാജൻ പറഞ്ഞു. മന്ത്രി ആർ ബിന്ദു, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൊഴിൽ സെക്രട്ടറി K വാസുകി തുടങ്ങിയവരും വ്യത്യസ്ത മേഖലയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രോത്സാഹന തുക 2021 മുതൽ വെട്ടിക്കുറച്ച കേരള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കാനും തീരുമാനിച്ചു. ഏനാമാവ് റെഗുലേറ്ററിന്റെ ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്ന പണിയുടെ ടെൻഡറിൽ ചില കരാറുകാർക്ക് ഒത്താശ ചെയ്തുകൊടുത്ത് തർക്കം സുപ്രീം കോടതിയിൽ എത്തിച്ച ഇറിഗേഷൻ വകുപ്പിന്റെ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു. റീബിൽഡ് കേരളയിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിക്കുന്ന പണിയിൽ കരാർ വ്യവസ്ഥ പാലിക്കാത്ത കരാറുകാരന് സഹായം നൽകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, NS അയൂബ്, ഗോപി കൊളങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു.
പുതുക്കാട് ഫ്ലവർ മിൽ കത്തിനശിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയൽസ് ഫ്ലവർ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 നിലകളിലുള്ള കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നു. യന്ത്ര സാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. മില്ലിന്റെ പുറകുവശത്ത് വെച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. സമീപത്തെ വീട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TG ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ 2 യൂണിറ്റ് ഫോഴ്സ് 1.5 മണിക്കൂർ പ്രയത്നിച്ചാണ് തീയണച്ചത്. വാണിയമ്പാറയിൽ കടയിൽ അഗ്നിബാധ. ഹാപ്പി ചിപ്സ് എന്ന ടീ ഷോപ്പിലാണ് തീപിടിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ഫയർ യൂണിറ്റാണ് തീയണച്ചത്. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നുമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിരുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പടിഞ്ഞാറെ കവാടത്തിൽ പുതിയ നിരക്കുകൾ മെയ് ആദ്യവാരത്തിൽ നിലവിൽ വന്നു. കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടത്തിലെ പുതുക്കിയ പാർക്കിംഗ് നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു. GST അടക്കമാണ് ഈ നിരക്കുകൾ. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയുമായിരിക്കും. പ്രതിമാസ പാർക്കിംഗ് പാസ്സുള്ളവർ തുടർച്ചയായി 72 മണിക്കൂറിൽ കൂടുതൽ സമയം വാഹനം പാർക്ക് ചെയ്താൽ സാധാരണ പാർക്കിംഗ് നിരക്ക് നൽകേണ്ടതാണ്. പ്രീമിയം പാർക്കിംഗ് നിരക്ക് 2 മണിക്കൂർ വരെ ഇരുചക്ര വാഹനത്തിന് 15 രൂപയും 4 ചക്ര വാഹനത്തിന് 40 രൂപയുമാണ്. തുടർന്ന് വരുന്ന ഓരോ മണിക്കൂറോ അതിൽ കുറവോ വരുന്ന സമയത്തിനും യഥാക്രമം 15, 30 രൂപ വീതം നൽകണം. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പച്ചള്ളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. കർഷകനായ കുഴുപ്പള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 7 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് രവി കൃഷി ഇറക്കിയത്. വിളവെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത്. 5 ഏക്കർ എടുത്ത് പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യുന്നത് മാരകമായിട്ട് പന്നിയുടെ ശല്യാണ്. 7 ഏറെന്ന് വില, ഇപ്പൊ വില കൂടിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചെലവുള്ളതാ. 600ഓളം വരുന്ന പടവലത്തിന്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാനെത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത്. പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു. കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഈ വേനൽക്കാലത്ത് വളരെ വെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്താണ് 7ഓളം ഏക്കറ പാടശേഖരം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നത്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ നിരവധി കാട്ടുപന്നികൾ വംശ വർധനവ് വരുത്തി അത് ഇവിടെ വന്ന് കയറി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരു 10-700ഓളം കടകൾ വ്യാപകമായി കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സാമ്പത്തിക സഹായം ചെയ്യണമെന്നും കൂടാതെ നമ്മൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൂടുതൽ ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കണിയിലായ അവസ്ഥയാണ്. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. പഞ്ചായത്തിന്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പലതവണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PR ഡേവിസ്, PD ആന്റോ, രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂറാണ് മരിച്ചത്. പള്ളിയിലെ വികാരിയുടെ കിടപ്പുമുറിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12:30ഓടെ പള്ളിമണി അടിക്കുന്നതിനായി കപ്പ്യാർ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു. കാണാത്തതിനെ തുടർന്ന് കൈക്കാരനെ വിവരം അറിയിക്കുകയും പള്ളിയോട് ചേർന്നുള്ള വികാരിയച്ഛന്റെ കിടപ്പുമുറിയിലൂടെ ജനലിലൂടെ കൈക്കാരൻ നോക്കിയപ്പോഴാണ് അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. പള്ളി ജീവനക്കാരും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 6 വർഷം മുൻപാണ് ഫാദർ ലിയോ പുത്തൂർ പട്ടം സ്വീകരിച്ചത്. ആദ്യമായി വികാരിയച്ഛനായി എരുമപ്പെട്ടി പതിയാരം പള്ളിയിലാണ് എത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 22-നാണ് പതിയാരം പള്ളിയിൽ വികാരിയച്ഛനായി ചാർജ് എടുത്തത്.
സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിൻ ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് BR ഗവായ് ചുമതലയേൽക്കുന്നത്. നവംബർ 23 വരെ ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും. പഴയന്നൂർ അത്താണിപ്പറമ്പിൽ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. അത്താണിപ്പറമ്പ് സ്വദേശി സുകുമാരൻ മകൻ 17 വയസ്സുള്ള വിജയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു. കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ 6ാം ഉത്സവം ആഘോഷിക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. 17 ഗജവീരന്മാർ അണിനിരന്ന ശീവേലിയിൽ കൊമ്പൻ ബാസ്റ്റ്യൻ വിനയ് സുന്ദർ സംഘമേശ്വരന്റെ തിടമ്പേറ്റി. പെരുവനം സതീശൻ മാരാരുടെ പ്രമാണത്തിലായിരുന്നു 100ഓളം കലാകാരന്മാർ അണിനിരന്നത്. ഉത്സവം അവസാന നാളുകളിലേക്ക് കടന്നതോടെ ക്ഷേത്രോത്സവത്തിന് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ അവസാന വിളക്കാഘോഷമായ വലിയ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. NCP ശരത് പവാർ വിഭാഗം ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പ്രവാസി മലയാളിയായ ബാബു ഫ്രാൻസിസിനെ തിരഞ്ഞെടുത്തു. ഓവർസീസ് സെല്ലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ബാബു ഫ്രാൻസിസ് വേലൂർ സ്വദേശിയാണ്. നിലവിൽ കേരള സർക്കാർ നോർക്ക ലോക്സഭയിലെ കുവൈറ്റിൽ നിന്നുള്ള പ്രതിനിധിയും പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ വക്താവുമാണ്. പാർട്ടി ദേശീയ പ്രസിഡന്റ് ശരത് പവാർ MPയുടെ നിർദ്ദേശപ്രകാരം വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെയാണ് ബാബു ഫ്രാൻസിസിനെ തെരഞ്ഞെടുത്തത്. ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ ഗെയിംസ് അത്ലോ ക്ലബ്ബ് അസോസിയേഷൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മിക്സ്ഡ് അയൺ ഗെയിംസിൽ ചെമ്പൂച്ചിറ സ്വദേശിനി ദീപ ഗോപാൽ സ്വർണ്ണ മെഡൽ നേടി. 40 വയസ്സിന് കീഴിലുള്ള വനിതകൾക്കായുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് 1ാം സ്ഥാനം നേടിയത്. ചെമ്പൂച്ചിറയിലെ അധ്യാപക ദമ്പതികളായ ഗോപാലന്റെയും ദേവയാനിയുടെയും മകളാണ് ദീപ ഗോപാൽ. ഒരാഴ്ച മുൻപ് എറണാകുളത്ത് നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് പെരുമണ്ണിൽ നിർമ്മിക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽ ദാനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഷെരീഫ താത്തയ്ക്ക് താക്കോൽ കൈമാറി. വാർഡംഗം സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സന്ദീപ്, പ്രജീഷ്, മുൻ അംഗം KP രമേശ്, പ്രിയ, ലിജി എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ചൂലിശ്ശേരി SMLP സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനൊരുങ്ങി അവണൂർ പഞ്ചായത്ത്. നിലവിലുണ്ടായിരുന്ന അധ്യാപകർ സ്കൂൾ സർക്കാരിലേക്ക് വിട്ടു നൽകിയിരുന്നു. ഔദ്യോഗികമായി സർക്കാർ ഏറ്റെടുത്തതായി ഉത്തരവ് വന്നുവെങ്കിലും ചട്ട നടപടി അനുസരിച്ചുള്ള ഉത്തരവിറങ്ങിയിട്ടില്ല. അവസാന അധ്യാപികയും വിരമിച്ചതിനെ തുടർന്ന് വരുന്ന അധ്യയന വർഷം മുതൽ സ്കൂൾ പഞ്ചായത്തിന്റെ സഹായത്തോടെ സ്കൂളിന്റെ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു. തൃശൂർ വെസ്റ്റ് AEO PJ ബിജു വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുശീൽ കുമാർ അധ്യക്ഷത വഹിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപികയെ ഹെഡ്മിസ്ട്രസിന്റെ ചാർജ് വഹിക്കുന്നതിനായി നിയോഗിക്കാൻ തീരുമാനിച്ചു. വാഴക്കോട് പ്ലാഴി റോഡിൽ നിർമ്മാണ സമയത്ത് എടുത്തുമാറ്റിയ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ KSTP നടപടി സ്വീകരിക്കണമെന്ന് UR പ്രദീപ് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കത്ത് നൽകി. രാത്രികാലങ്ങളിൽ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യജീവികളുടെ ശല്യം മൂലം ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും യാത്ര ചെയ്യുന്നവർക്ക് അപകട ഭീഷണി ഉണ്ടാകുന്നത് പതിവാണെന്ന് പരാതിയിൽ പറയുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് +2 അഡ്മിഷന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഫോക്കസ് പോയിന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന ജേക്കബ്, കരിയർ ഗൈഡ് KB ബിന്ദു, സ്കൂൾ ലീഡർ നന്ദ K നായർ തുടങ്ങിയവർ സംസാരിച്ചു.
ആകാശപ്രൗഢിയുടെ മേലങ്കിയിൽ അത്ഭുതം പടർത്തുന്ന പറമ്പിക്കുളത്തെ തേക്ക് മുത്തശ്ശിയെ കാണാൻ ഇപ്പോഴും വൻ തിരക്ക്. പറമ്പിക്കുളത്തെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായും ആസ്വദിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഈ കന്നിമാര തേക്കിനെ. മരം നിൽക്കുന്ന തറയിൽ ഇരുന്നും മനുഷ്യച്ചങ്ങല തീർത്ത് ഇതിന്റെ അളവെടുത്തുമുള്ള ആളുകളുടെ വിനോദത്തിനും ഇന്നും തെല്ലും കുറവില്ല. 39.93 മീറ്റർ ഉയരവും 7.1 മീറ്റർ വണ്ണവുമുള്ള കന്നിമാരത്തേക്കിനെ 1995 കേന്ദ്ര സർക്കാർ മഹാവൃക്ഷ പുരസ്കാരം നൽകി ആദരിച്ചു. 465 വർഷം പഴക്കമുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ 600-നും 650-നും ഇടയിൽ പ്രായമുണ്ടെന്ന വാദവും നിലനിൽക്കുന്നു. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിലകൊള്ളുന്ന ഇതിനെ പ്രാചീന ഗോത്ര വിഭാഗങ്ങൾ ആരാധിച്ചിരുന്നതായും പറയുന്നു. കൊച്ചി രാജാക്കന്മാരുടെ ഭരണകാലത്ത് രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു പറമ്പിക്കുളം വനമേഖല. കുരുമുളകിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ തയ്യാറാകാതിരുന്ന ഇംഗ്ലീഷ് പ്രഭുക്കന്മാർക്ക് കൊച്ചി രാജാവ് ചൂണ്ടിക്കാട്ടിയ വനസമ്പത്ത് നന്നേ ബോധിച്ചു. തുടർന്നാണ് എക്കാലത്തെയും അത്ഭുത പ്രതിഭാസമായിരുന്ന ട്രാംവേ തീവണ്ടിപ്പാതയുടെ നിർമ്മാണവും പ്രവർത്തനവും. ഇതുവഴി പൊന്നിൻ വിലയുള്ള ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് ചരിത്രം. ആകാരഭംഗിയിൽ ആകൃഷ്ടരായാണ് അക്കാലത്ത് ബ്രിട്ടീഷുകാർ കന്നിമാര തേക്കിന്റെ കടയ്ക്കൽ കോടാലി വയ്ക്കാതിരുന്നതെന്നും അവരുടെ കനിവിലാണ് ഏഷ്യയിലെ ഉയരപ്രതാപത്തിൽ ഈ മുത്തശ്ശിമരം ഇന്നും നിലനിൽക്കുന്നതെന്നും പറയപ്പെടുന്നു. TCV ന്യൂസ്, ചാലക്കുടി. എളവള്ളി പറക്കാട് കലാദീപം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ പരിശീലന ക്യാമ്പും ബാലവേദി രൂപീകരണവും നടത്തി. വായനശാലയിൽ നടന്ന ചിത്രരചനാ പരിശീലനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് രേഖ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചിത്രകലാ അധ്യാപകൻ MK സുബിത് ക്യാമ്പിന് നേതൃത്വം നൽകി. സെക്രട്ടറി PS സുഷീർ, VP വിശ്വനാഥൻ, TK മുരളി, ജയമോഹനൻ, VU ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 40-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശ്രീ ബുദ്ധധർമ്മ പ്രചാരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പാട് ശ്രീ ബുദ്ധ ജയന്തി ആഘോഷിച്ചു. കാവുപറമ്പ് ബുദ്ധവിഹാറിൽ നടന്ന ആഘോഷം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ VR രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. EP കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. KR സുരേഷ് ബാബു, PS സുഭാഷ്, AK സന്തോഷ്, PK സുബ്രഹ്മണ്യൻ, PG സുഗുണ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് എടക്കളത്തൂർ ശിവദുർഗാദേവി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശീവേലിയും ആറാട്ടുബലിയും നടന്നു. പൂരം എഴുന്നള്ളിപ്പും വേലവരവും നടന്നു. ഇന്നലെ നടന്ന ചമയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. കൊടുങ്ങല്ലൂർ GLP-GH സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ സ്നേഹദീപം രജത ജൂബിലി സമാപനവും വിശുദ്ധ ഗ്രന്ഥം കയ്യെഴുത്തു പ്രതികളുടെ സമർപ്പണവും നടന്നു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജേസൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. സിൽച്ചാർ മിഷൻ ഡയറക്ടറും മുൻ വികാരിയുമായ ഫാദർ വിൻസെന്റ് പാറയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ഡോൺ ബോസ്കോ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതിസ്, സെക്രട്ടറി ജോസ് മാടപ്പള്ളി എന്നിവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിജയിച്ചവർക്കായി +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ, R സോബി എന്നിവർ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പാൾ K സതീഷ്, TD നിമ്മി എന്നിവർ സംസാരിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കാൻ MLA വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ തീരുമാനം. ഈ മാസം 30-നകം എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കുമെന്ന് ഉറപ്പാക്കാൻ MLA LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ മുകൾ നിലയിലെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ മെയ് 30-നകം പൂർത്തീകരിക്കുന്നതിന് PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റായ
TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ബിന്ദു സുരേഷ്, NMK നബീൽ, സാലിഹ ഷൌക്കത്ത്, വിദ്യാകിരണം കോർഡിനേറ്റർ രമേശ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി നഗരസഭ വൈറ്റില മേഖലാ ഓഫീസിലെ ഓവർസിയറും തൃശൂർ മണ്ണുത്തി സ്വദേശിയുമായ എ സ്വപ്നയുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടുകയും കേസന്വേഷണം CBIക്ക് വിടണമെന്നും കക്കായ് മനുഷ്യാവകാശ സംഘടനാ ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ ആവശ്യപ്പെട്ടു. 2013 മുതൽ 2017 വരെ 5 വർഷം അസിസ്റ്റന്റ് എഞ്ചിനീയറായി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ ജോലി ചെയ്ത കാലയളവിലെ സ്വപ്നയുടെ അവിഹിത സ്വത്ത് സമ്പാദ്യം കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി സ്വപ്നയുടെ വീട്ടുപടിക്കലും സർവകലാശാല മണ്ണുത്തി ക്യാമ്പസ് കവാടത്തിലും ധർമ്മസത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീധരൻ തേറമ്പിൽ, G ഷാനവാസ്, രവി കോലഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിയിലേക്ക് വഴുതി വീഴുന്ന പുതുതലമുറയെ കാൽപന്താവേശത്തിലേക്ക് വഴി നടത്താൻ യുവജന കൂട്ടായ്മ നടത്തിയ ശ്രമം മാതൃകയാകുന്നു. ഹോം ടീം ഉൾപ്പെടെ 12 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് ക്യാമ്പിന് സമാപനമൊരുക്കുന്നത്. ഫ്രണ്ട്സ് കനാൽ ആലപ്പാട് എന്ന യുവജന കൂട്ടായ്മ ബാല്യകൗമാര പ്രായക്കാർക്കായി സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പാണ് വേറിട്ട മാതൃകയാവുന്നത്. പരീക്ഷകളും വേനലവധിക്കാലത്തെ വിരുന്ന് യാത്രകളും പിന്നിട്ട് ഏപ്രിൽ ആദ്യ വാരത്തിലാണ് ആലപ്പാട് കനാൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ പാടത്ത് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത്. രാവിലെ 6:30 മുതൽ 8 വരെയാണ് 40 ദിവസത്തെ പരിശീലനം. 6 വയസ്സുകാരൻ മുതൽ 17 വയസ്സുകാർ വരെയുള്ള 100ഓളം കുട്ടികളുമായി തുടങ്ങിയ ക്യാമ്പിൽ ഇപ്പോൾ 70ഓളം കുട്ടികൾ പരിശീലനത്തിന് എത്തുന്നുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാർ കൂടിയായ 2 കോച്ചുകളാണ് കുട്ടികളെ കളി ശാസ്ത്രീയമായി പരിശീലിപ്പിക്കുന്നത്. ഈ ടൈമിൽ ഇങ്ങനൊരു ക്യാമ്പും കാര്യങ്ങളും പിള്ളേർക്ക് കിട്ടുന്നത് വളരെ ഹാപ്പിയാണ്. ഈ ടൈമിൽ ഇപ്പം നമുക്കറിയാലോ, ലഹരിയിലും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പിള്ളേരൊക്കെ പോവാണ്. അപ്പോൾ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനും ബാക്കിയുള്ള അവരെ സ്കില്ലോടെ ഡെവലപ്പ് ചെയ്യാനും ഇതൊരു ഉപകാരമായിട്ട്. ക്യാമ്പിലെ കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്തുണ്ടാക്കിയ ടീമിനെ പരിശീലന വേളയിൽ ഏതാനും ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിച്ചിരുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള ജേഴ്സികളും കാലിൽ ബൂട്ടുമണിഞ്ഞുള്ള കുട്ടികളുടെ ഫുട്ബോൾ പരിശീലനം രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അതിരാവിലെയുള്ള ആനന്ദക്കാഴ്ച കൂടിയാണ്. പരിശീലനം കൊണ്ട് ഫുട്ബോൾ കളി ശാസ്ത്രീയമായി സ്വായത്തമാക്കാൻ സാധിച്ചുവെന്ന് കുട്ടികൾ പറയുന്നു. സാധാരണ കളിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ കളി വരുന്നത്. എല്ലാവരും നല്ല പൊസിഷൻ കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതുവരെ ഞങ്ങൾ അങ്ങനെ കളിച്ചിരുന്നില്ല. ഇത്രയും നാൾ ഇവിടെ കളിച്ചിരുന്നതൊക്കെ എല്ലാവരും ഒരു കട്ടക്കൂട്ടൊക്കെ ആയിരുന്നു. പൊസിഷനൊന്നും കീപ്പ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭാനു സാറും അതുപോലെ തന്നെ ശിവപ്രസാദ് സാറും കൂടി നമുക്ക് നല്ല രീതിക്ക് ക്ലാസ് തന്ന്, കോച്ചിങ് തന്ന് നല്ല രീതിക്ക് ക്ലാസ് എടുത്ത് നമുക്ക് നല്ല രീതിക്ക് കളിക്കാനും അതുപോലെ തന്നെ നന്നായി കൊണ്ടുപോകാനും കളിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. ഈ ക്യാമ്പിന് വന്ന പിന്നെയാണ് ശരിക്കും ശാസ്ത്രീയമായി എങ്ങനെ ഫുട്ബോൾ കളിക്കാമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ ക്യാമ്പ് ലഹരിക്കെതിരെയുള്ള ഇപ്പോഴത്തെ ജനറേഷന് ഒരു മാതൃകയാണ് ഈ ക്യാമ്പ്. ജീവിതത്തിലുടനീളം ഫുട്ബോൾ ആവേശം കാത്തുസൂക്ഷിക്കാനും മൊബൈൽ ഫോൺ ജ്വരം, ലഹരിമരുന്ന് ആസക്തി തുടങ്ങിയവയിൽ നിന്ന് പുതുതലമുറയെ അകറ്റി നിർത്താനുമായി ലക്ഷ്യമിട്ട ക്യാമ്പ് വൻ വിജയമായതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഫ്രണ്ട്സ് കനാൽ കൂട്ടായ്മ. ഈ ക്യാമ്പ് ഇപ്പോൾ 37ാമത്തെ ദിവസം എത്തുമ്പോഴും 70ഓളം കുട്ടികൾ ഇതിൽ പൂർണ്ണമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലും കൂടുതൽ ഞങ്ങൾ ആവേശഭരിതരാക്കിയത് ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇതിൽ രാവിലെ തന്നെ 6 മണിയോടുകൂടി ഇവിടെ എത്തിക്കാനും തിരിച്ചു കൊണ്ടുപോകാനും അവിടെ രക്ഷിതാക്കൾ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത. അതുപോലെ ഇതിനോട് 1 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ ഇതിനോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇനിയും ഇത്തരം പരിപാടികൾ തുടർന്നു പോകാനായിട്ട് നല്ലൊരു ആവേശമായിട്ട് മാറിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. 7ാമത് നവമലയാളി പുരസ്കാരത്തിന് കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ PN ഗോപികൃഷ്ണൻ, KM അബ്ദുൽ ഗഫൂർ, PS ഷാനു, അഡ്വക്കേറ്റ് VN ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ജ്യോതിഷ പരിഷത്തിന്റെ 53ാമത് വാർഷിക സമ്മേളനം ഈ മാസം 17-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. സമ്മേളനം ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിക്കും. ജ്യോതിഷ രംഗത്തെ പണ്ഡിത ശ്രേഷ്ഠന് കേരള ജ്യോതിഷ പരിഷത്ത് നൽകുന്ന പരമോന്നത ബഹുമതിയായ AVS പണിക്കർ സ്മാരക സുവർണമുദ്രാങ്കിത പുരസ്കാരം ജ്യോതിഷാചാര്യ പത്മനാഭ ശർമ്മയ്ക്ക്, കല്ലേറ്റുങ്കരയ്ക്ക്
ചിദാനന്ദ സ്വാമി സമ്മാനിക്കും. കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, ജനറൽ സെക്രട്ടറി കോലഴി സുരേന്ദ്ര പണിക്കർ, വൈസ് പ്രസിഡന്റ് ആമ്പല്ലൂർ KR നാരായണൻ, സെക്രട്ടറി ഉണ്ണിരാജ കുറുപ്പ്, ട്രഷറർ മധുസൂദനൻ പീച്ചറക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,362 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് അവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിപക്ഷം നിന്നത് കേന്ദ്രത്തിനൊപ്പമെന്നും മുഖ്യമന്ത്രി. ജില്ലയിലെ കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൾ കർഷകർ. പുതുക്കാട് ഫ്ലവർ മില്ലിലും വാണിയമ്പാറയിലെ ടീ ഷോപ്പിലും അഗ്നിബാധ. മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയും ആയിരിക്കും. അളഗപ്പ നഗർ കാവലൂർ പച്ചള്ളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടമിറങ്ങി പടവലം കൃഷി നശിപ്പിച്ചു. 5 ഏക്കറിലെ പടവലം കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.